സാറേ, ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു, വെടിനിർത്തൽ കരാർ. അത് പലതവണ ഇസ്രയേൽ ലംഘിക്കുന്നു എന്നാണ് പറയുന്നത്. 100 തവണയിലധികം ലംഘിച്ചു. അതിന് സമാനമായ രീതിയിൽ തന്നെ ഇപ്പോൾ ഒരു ഹമാസുമായി ഒരു കരാറിലെത്തിയിട്ടുണ്ട്. ഈ കരാർ എങ്ങനെയാണ്, ലംഘിക്കപ്പെടുമോ? ഒപ്പൊന്നുമില്ല. ഇസ്രായേലുമായിട്ട് ഈ അറബ് രാജ്യങ്ങൾ ഉണ്ടാക്കുന്ന കരാറിന് വലിയ വിലയൊന്നുമില്ല. ഇസ്രായേലിന് തോന്നുമ്പോൾ അവർ കയറി ആക്രമിക്കും, ഇവർക്ക് ആവശ്യമുള്ള സമയത്ത് ഇവർ കയറി ആക്കും. ഇതങ്ങനെയൊക്കെ പോകും. പിന്നെ ഈ ഹിസ്ബുള്ള ഇപ്പം വീഗൻ ചെയ്ത് കിടക്കുകയാണ്. സിറിയ അവരുടെ കയ്യിൽ നിന്ന് പോയി. ലെബനൻ ഇസ്രായേൽ ഭയങ്കര അടി കൊടുത്തതുകൊണ്ട് വീക്കൻ ചെയ്തൊരവസ്ഥയിലാണ്. അതുപോലെ തന്നെ ഹമാസ് ഓൾമോസ്റ്റ് ലിക്വിഡേറ്റഡാണ്. അതിൻ്റെ ലീഡർഷിപ്പ് എല്ലാം തകർന്നു, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ തകർന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ കുറച്ചും കൂടി നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. കാരണം അറബ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രകോപനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. തിരിച്ചടി ഭീകരമായിരിക്കുന്ന അവർക്കറിയാം. പിന്നെ ഖത്തർ പോലുള്ള രാജ്യങ്ങളാണ് ഈ കുത്തിത്തിരിവ് മൊത്തം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഖത്തർ പോലുള്ള രാജ്യങ്ങൾക്ക് ഒരു പരിധി കൂടുതൽ കഴിഞ്ഞാൽ ഇസ്രായേൽ അവിടെ പോയി ബോംബിടാം. അവർക്ക് അതിന് മടിയൊന്നുമില്ല. ഇസ്രായേലിന് എവിടെ പോയി ബോംബിടാൻ ഇസ്രായേലിന് മടിയില്ല. കാരണം അവർക്കതിന് എന്തെങ്കിലും വന്നാൽ ഡിഫെൻഡ് ചെയ്ത് നിർത്താനുള്ള എല്ലാ സംവിധാനവും അവർ കണ്ടു. പിന്നെ ഇപ്പോൾ ട്രംപാണ് അവരുടെ ക്ലോസ് അലൈയാണ്, അമേരിക്കൻ പ്രസിഡന്റ്. ഓൾറെഡി അലൈയാണ്, ഇയാൾ വെരി ക്ലോസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഡൈവേർഷൻ വരാനുള്ള ഒരു സാധ്യത. ഈ പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ ഈ ഒരു അപ്രോച്ച് കൊണ്ട് ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ട ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും കേഡേഴ്സ് ചിലപ്പം ചാവേർ ആക്രമണങ്ങളോ വേറെ ഗ്രൂപ്പുകളായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ ചാവേർ ആക്രമണങ്ങളൊക്കെ സംഘടിപ്പിക്കാനൊരു സാധ്യത ഉള്ളതുകൊണ്ട് അത്തരം ആക്രമണങ്ങൾ നടന്നാൽ ഇസ്രായേലിൻ്റെ തിരിച്ചടി ഭീകരമായിരിക്കും. ഇപ്പോൾ ചാവേർ ആക്രമണങ്ങളൊക്കെ ഒന്നോ രണ്ടോ ആളുകൾ വിചാരിച്ചാൽ നടക്കാൻ പറ്റും. ഇപ്പോൾ ലോകത്ത് IS വന്നതിന് ശേഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ആക്രമണം നടത്താൻ ഏതെങ്കിലും സംഘടനയുടെ സപ്പോർട്ട് ആവശ്യമില്ല. ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് ആക്രമണം നടത്താം. എന്നിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമാണെന്ന് ഡിക്ലെയർ ചെയ്താൽ മതി. അപ്പോൾ IS തന്നെയാണ് പറയുന്നത്. ഈ കേരളത്തിലൊക്കെ ആക്രമണം നടത്താൻ വേണ്ടി പറയുന്നതിൻ്റെ ഓഡിയോ ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പം എനിക്കൊരു പത്രക്കാരൻ അയച്ചു തന്നായിരുന്നു ഡിസ്കഷന് വേണ്ടിയിട്ട്. ഞാൻ കേട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം ഇതിന് നിങ്ങളതിന് അപ്പോൾ അവർക്ക് കേരളത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടോ? കേരളത്തിലെ ആളുകൾ IS-ലുണ്ടല്ലോ, മലയാളികൾ IS-ലുണ്ട്. അവനാണ് ഈ മെസ്സേജ് കൊടുക്കുന്നത്. തൃശ്ശൂർ പൂരൊക്കെ എന്ത് വൃത്തികേടാണ്, മറ്റേതാണ് വൃത്തി, അതുകൊണ്ട് ഒരു അക്രമം നിങ്ങൾ അങ്ങനെ പറയുന്നില്ല, ഇവിടെ വർഗീയ കലം ഉണ്ടാക്കുന്നില്ല. അങ്ങനെയുള്ള എനിക്കതൊരു മീഡിയ പ്രവർത്തന ചർച്ചയ്ക്ക് ഇംഗ്ലീഷ് ചാനൽ ഉള്ള എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നായിരുന്നു. അപ്പോൾ അത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതുകൊണ്ടായിരിക്കും നമ്മളെ മീഡിയ അത് എടുക്കാത്തത്. കാരണം അത് കമ്മ്യൂണൽ പോളറൈസേഷന് കാരണമാവും. അമാതിരി സാധനമാണ്. പക്ഷേ ഇത്തരം ഇത്തരം ഉദ്യമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വ്യക്തികളുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ ഇങ്ങനെ ഒരു ഉദ്യമം ഇല്ലാതെ നോക്കേണ്ട ഉത്തരവാദിത്തം അറബ് രാജ്യങ്ങളാണ്. കാരണം ഇങ്ങനെ ഒരു ഉദ്യമം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ തിരിച്ചടിക്കും, വെടിനിർത്തലുണ്ട്. ഇസ്രായേലിന് പോപ്പായ കാരണം വരും. ഇസ്രായേൽ പലപ്പോഴും തിരിച്ചടിക്കുമ്പോൾ അവർക്ക് എവിടെ വേണേൽ അറ്റാക്ക് ചെയ്യാനുള്ള മനസ്സുമുണ്ട്, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ. ഈ കരാർ ഇപ്പോൾ നിലവിൽ വരുമ്പോഴും കേരളത്തിൽ ഉൾപ്പെടെ പറയുന്നത് ഇത് ഒരു ഹമാസിൻ്റെ വിജയമായാണ് വിലയിരുത്തുന്നത്. കാരണം ഹമാസിൻ്റെ പറഞ്ഞ ഒരു തീരുമാനത്തിൽ ഇസ്രായേൽ വഴങ്ങിയിരിക്കുന്നു. ഹമാസിന് എന്ത് ചെയ്തു? ഇത്രയും ആൾ മരിച്ച് ഇസ്രായേൽ എന്ത് വാങ്ങി? ബന്ദികളെ വിട്ടുകൊടുത്താലല്ലേ? ഇവര് പറഞ്ഞ ആയിരക്കണക്കിന് ബന്ദികൾ. അങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പലരും. ഏത് മാധ്യമത്തില്? ചില മാധ്യമങ്ങളിലല്ലേ ഉള്ളൂ, എല്ലാത്തിലൊന്നും ഇല്ലല്ലോ. മാതൃഭൂമി മനോരമയൊക്കെ അങ്ങനെ പറഞ്ഞോ? ഇല്ലല്ലോ. ഇവിടെ കേരളത്തിൻ്റെ ഒരു പൊതുമാധ്യമം എന്ന രീതിയിൽ പൊതുവെ ഇപ്പോൾ പത്രങ്ങളാണ് മാതൃഭൂമി മനോരമ, അത് ചാനലുകളാണെങ്കിൽ ഏഷ്യാനെറ്റ് മനോരമ, മാതൃഭൂമി, പിന്നെ ഇത്രയും എടുത്താൽ മതി. ബാക്കിയെല്ലാം തന്നെ പല താല്പര്യങ്ങളും ഫണ്ടൊക്കെ ഉള്ള സാധനങ്ങളാണ്. അതിൻ്റെ ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറ്റവും ക്രെഡിറ്റ് കൊടുക്കുന്ന ഏഷ്യാനെറ്റിനാണ്. അവരെയൊക്കെ സംബന്ധിച്ച് വേറെ അജണ്ട, അവർ ബിസിനസ് മാത്രമേ ഉള്ളൂ. അത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുണ്ട്. അത് മതി, അങ്ങനെ മതി. ഹിന്ദു പത്രമൊക്കെ പോലെ. അല്ലെ വേറെ ആരെങ്കിലും ഇപ്പം പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യയായിട്ടുള്ള പല യുദ്ധങ്ങളും പാകിസ്ഥാൻ ജയിച്ചു എന്നാണ്. 71 യുദ്ധം ജയിച്ചു, ബാക്കി എല്ലാ യുദ്ധത്തിലും അവർ ജയിച്ചു എന്നാണ്. അങ്ങനെ ആർക്കും എന്താ അവകാശവാദം ഉന്നയിക്കുക? അതിൽ കാര്യമില്ല. ഇതിൽ റിയാലിറ്റി എന്താണ്? ഹമാസ് തോറ്റമ്പതാണ്. എൻ്റെ ലീഡർഷിപ്പിൽ ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ടു. അവിടെ ഈ പറയുന്ന ഗാസയിലെ മെട്രോ എന്ന് പറയുന്ന അവരുടെ തുരങ്ക സംവിധാനങ്ങൾ പൂർണ്ണമായും തകർത്തു. ഇൻ്റർനാഷണലി പോലും ആളുകൾക്ക് സഹതാപം ഉണ്ടെങ്കിൽ പോലും ഇസ്രായേലിനെ പണക്കിക്കൊണ്ട് അവരെ സഹായിക്കുക എന്നത് സാഹചര്യത്തിൽ മടിക്കുന്നു. അവരുടെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടറായിരുന്ന ഖത്തർ നല്ല പ്രഷറിലാണ് ഇപ്പോൾ.
കാരണം ഇസ്രായേൽ എങ്ങനെ ആണ് പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റില്ല. സൗദി അറേബ്യൻ്റെ ഭാഗത്ത് നിന്ന് പല സഹായം കിട്ടുന്നില്ല. മുഹമ്മദ് ബിൻ സൽമാൻ വന്നതോട് കൂടിയിട്ട് വലിയ മാറ്റങ്ങൾ സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്പം പൊതുവേ അത്തരം നല്ലൊരു സാഹചര്യമല്ല അവർ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ആ, അവിടുത്തെ ആയുധങ്ങൾ ശേഖരമെല്ലാം പൂർണ്ണമായി തന്നെ ഹമാസിൻ്റെ ആയുധ ശേഖരമെല്ലാം ഇസ്രയേൽ പൂർണ്ണമായി തന്നെ തുടച്ചു നീക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒക്ടോബർ 7-ന് ഈ ആക്രമണവുമായി മുന്നോട്ട് വരുമ്പോൾ വലിയൊരു നേതൃനിര ഉണ്ടായിരുന്നു. സിൽവാർ ഉൾപ്പെടെയുള്ള പല നേതാക്കളും അവർക്ക് ഇസ്രയേലിനെതിരെ പോരാടുന്ന കരുത്ത് തന്നെ അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഒരു ഹമാസിന് സംഘടനാപരമായ ഒരു തിരിച്ചുവരവ് ഇനി സാധിക്കുമോ? ഇറ്റ് ഡിപ്പെൻസ്. അത് ഇസ്രായേലിൻ്റെ ഒരു സർവൈലൻസ് എത്രമാത്രം ഉണ്ടെന്ന് ആശ്രയിച്ചിരിക്കും. ഇസ്രായേൽ സത്യത്തിൽ ഹമാസിനെ ഫുൾ ലീഡർഷിപ്പിന് ഇപ്പോൾ സർവൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സർവൈലൻസ് പെർഫെക്റ്റ് ആണെങ്കിൽ തിരിച്ചു വരില്ല. അതിനുള്ള സംവിധാനം ഇസ്രായേലിനുണ്ട്. പക്ഷേ ഇസ്രായേലിനെ ചിലപ്പോൾ ലെറ്റ് ദം ഗ്രോ. നാളെ ഒരു യുദ്ധം ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ വളരെ വലുതാണല്ലോ. അവർക്ക് വിശാല ഇസ്രായേൽ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അത് നേരിട്ട് അവർ പറയുന്നില്ലെങ്കിൽ പോലും വിശാല ഇസ്രായേലാണ് അവരുടെ താല്പര്യം. അപ്പോൾ വിശാല ഇസ്രായേൽ ഈജിപ്റ്റ് തൊട്ടിട്ട് ഉള്ള പ്രദേശങ്ങൾ, അതാണ് മെഡിറ്ററേനിയൻ സീ തൊട്ടിട്ട് പിന്നെ യൂഫ്രട്ടീസ് ടൈഗ്രീസ് വരെയുള്ള പ്രദേശം, ജോർദാനൊക്കെ അവരുടെ സഹോദരാജ്യമാണ്. ഇതൊക്കെ അതിൻ്റെ പരിധിപ്പെടും. അപ്പോൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് യുദ്ധം ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള അലവരാദികൾ അവിടെ ഉണ്ടാവണം. അപ്പോൾ അലവരാദികളെ പല ഭരണകൂടങ്ങൾ ചിലപ്പോൾ വളരാൻ അനുവദിക്കും, കാരണം അവരുടെ ആവശ്യത്തിന് വേണ്ടി. അങ്ങനെ ഇസ്രായേൽ അനുവദിച്ചാൽ മാത്രമേ അവർ വളരുള്ളൂ. അത് ഇസ്രായേൽ അവർ വേണ്ടാന്ന് വെച്ചാൽ വേണ്ട, അത്രയേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഈ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്, ഇനിയൊരു യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ അത് അമേരിക്കയുടെ പിന്തുണയോടെ വീണ്ടും ആരംഭിക്കുമെന്ന്. അപ്പോൾ എങ്ങനെയായിരിക്കും അമേരിക്കയുടെ റോൾ? എങ്ങനെയായിരിക്കും ഇതിൽ? അല്ല, അമേരിക്കയുടെ ആവശ്യപ്രകാരമാണല്ലോ ഇപ്പോൾ വെടിനിർത്തൽ വന്നത്. ആ വെടിനിർത്തൽ ഇസ്രായേൽ ലംഘിച്ചാൽ പ്രശ്നമൊന്നുമില്ല, അമേരിക്ക കണ്ണടച്ചേക്കും, അങ്ങനെയാണല്ലോ. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ ചില രാഷ്ട്രീയ പാർട്ടികളെ പോലെയാണ്, അല്ല ചില ആളുകളെ പോലെയാണ്. അതിൽ ചില ആളുകൾ എന്ത് ചെയ്താലും പ്രശ്നമല്ല, ചില ആളുകളൊന്ന് തുമ്മിയാൽ പോലും പ്രശ്നമാണ്. അതേപോലെ ഇസ്രായേൽ എന്ത് ചെയ്താലും അമേരിക്ക തന്നെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അറബ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് വെടിനിർത്തലിനെതിരെ ഒരു നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അമേരിക്ക പൂർണ്ണമായ പിന്തുണയായിരിക്കും. അമേരിക്ക ചിലപ്പോൾ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു അനുമതി വരെ ഇസ്രായേലിന് കൊടുക്കാൻ സാധ്യതയുണ്ട്, ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ഈ ഹമാസിൻ്റെ ഈ പ്രധാന നേതാക്കളെല്ലാം ഈ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു തലമുറ നേതാക്കൾക്ക് വേണ്ടിയുള്ള ശ്രമം അവർ നടത്തുമോ? കാരണം അതിനുള്ള പിന്തുണ ജനങ്ങൾ നൽകുമോ? കാരണം ഈ ഒക്ടോബർ 7-മായി ബന്ധപ്പെട്ട് ഒരു ആക്രമണമാണ് അവിടുത്തെ ജനങ്ങളെ ഉൾപ്പെടെ ഇത്രയും ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ചിന്താഗതി എന്തായിരിക്കും? അല്ല, അത് പറയാൻ പറ്റില്ല. നുവാൻ ഹരീരിയൊക്കെ പറയുന്ന കാര്യമുണ്ട്, മനുഷ്യനെ ഈ വലിയ മറ്റ് ജീവജാലങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ സഹായിച്ചൊരു കാരണം മനുഷ്യനെ ഈ ഗോസിപ്പുകൾ ഉണ്ടാക്കണം, കഥകൾ ഉണ്ടാക്കണം മനുഷ്യൻ്റെ ശേഷിയാണ്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ജനിച്ച് വളർന്ന പിള്ളേർ, അവർ കേട്ട് വളർന്ന് പറഞ്ഞ ഇസ്രായേൽ എന്നുള്ള ചെകുത്താൻ്റെ അക്രമം, അമേരിക്ക എന്നുള്ള വലിയ സാത്താൻ്റെ പിന്തുണയൊക്കെയാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ ഈ കുട്ടികൾ വളർന്നു വരുന്നൊരു പ്രായമുണ്ടല്ലോ, അഡോളസെൻ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ കൗമാര യൗവനത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ആഴത്തിലൊന്നും അവർ ചിന്തിക്കാനൊന്നും പോയില്ല. ഇത്തരം കഥകൾ കേട്ട് വളർന്നവർ പ്രതികാര ബുദ്ധിയോടുകൂടി വളരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രതികാര ബുദ്ധിയോടുകൂടി അവർ വളരുമ്പോൾ അപ്പോൾ അവർ കുട്ടിക്കാലത്ത് അവരുടെ മനസ്സിൽ ഇസ്രായേലിനെതിരെ വിരോധം സ്വാഭാവികമായിട്ടുണ്ട്. ഇന്ത്യ ഇപ്പം പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചു, അപ്പോൾ നമ്മുടെ ചുറ്റും വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ കണ്ടു വളരുന്ന കുട്ടികളെന്ന് വളരെ ആൻറ്റി പാകിസ്ഥാനായിട്ടല്ലേ വളരുള്ളൂ. അതേപോലെ തന്നെയാണ് ആൻറ്റി ഇസ്രായേലായിട്ട് വളരും. അപ്പോൾ ഈ കുട്ടികൾക്ക് പക്ഷേ ഇസ്രായേൽ വിചാരിച്ചാലും നടക്കും. ഇസ്രായേൽ അവർക്ക് പ്രോപ്പർ എഡ്യൂക്കേഷനും ഓറിയൻറ്റേഷനൊക്കെ കൊടുക്കുകയും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇസ്രായേൽ ആഗ്രഹിച്ചാൽ നടക്കും. കാരണം പക്ഷേ അത് ഇസ്രായേൽ ആഗ്രഹിക്കുമെന്നുള്ളതാണ്. ഇസ്രായേൽ ഒന്നും ആയിട്ടില്ല. ഇതൊന്നും അല്ല ഇസ്രായേലിൻ്റെ ലക്ഷ്യം. അത് ദാവീദിൻ്റെ കാലത്തുണ്ടായിരുന്ന രാജ്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത്, അത്രയും പ്രദേശങ്ങൾ സാമ്രാജ്യമാണ്, ഇമ്പീരിയലിസമാണ്, ജുഡായിക് ഇമ്പീരിയലിസം. അല്ല, ഈ കാലത്ത് അങ്ങനെ ഒരു പ്രവൃത്തി നടത്തി യുദ്ധം നടത്തി വിജയിക്കാൻ പറ്റുമോ? അതൊക്കെ പറ്റും. അറബ് രാജ്യങ്ങളൊക്കെ തോൽപ്പിക്കും, അമേരിക്കൻ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പറ്റും. ഇപ്പോൾ ആരെയും പണ്ടൊക്കെ ഇന്ത്യയൊക്കെ കണ്ണടച്ച് പലസ്തീൻ്റെ കൂടെ ഒക്കെ ആയിരുന്നു, അത് ധാർമ്മികമായിട്ടുള്ള നിലപാടായിരുന്നു. ഇപ്പോൾ അതില്ലല്ലോ, നമ്മൾ പോലും ഇസ്രായേലിൻ്റെ കൂടെയാണ്. ഇപ്പോൾ ആരുടെയും പിന്തുണയ്ക്കുന്നില്ല. ധാർമ്മികതയ്ക്കൊന്നും ഒരു വിലയില്ലാത്ത ലോകമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച്. മാത്രമല്ല ഇന്നിപ്പോൾ ജൂതന്മാരാണ് ലോകം ഭരിക്കുന്നത്, എല്ലായിടത്തും അവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവർക്ക് താല്പര്യമുള്ള ഭരണകൂടങ്ങളെ ഇന്ന് ലോകത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ ഇമ്രാൻ ഖാൻ ജയിലിലാവുന്നത്? ഇമ്രാൻ ഖാൻ അവർക്ക് താല്പര്യമില്ല, അയാൾ കടിച്ചുള്ള ഒരാളാണ്. അയാൾ ഇന്ത്യക്കായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു, എന്നിട്ട് ഈ മേഖലയിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു. അത് അവർക്ക് വേണ്ട, അവിടെ പ്രശ്നങ്ങൾ വേണം. അതേസമയം അവർ ഇന്ത്യയുടെ ഫ്രണ്ടുമാണ്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആയുധം നടക്കുള്ളൂ, ആയുധ കച്ചവടം നടക്കുള്ളൂ. അപ്പോൾ ഈ ആധുനിക ലോകം എന്ന് പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന, നമ്മൾ ജീവിക്കുന്ന ഈ ലോകം അവരുണ്ടാക്കിയതാണ്. അത് ഹിറ്റ്ലർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എങ്ങനെയാണ് ജനാധിപത്യം വന്നത്, എങ്ങനെയാണ് പണ്ടത്തെ ഭരണകൂടങ്ങൾ ഇല്ലാതായത്.
അവരെ കൃത്യമായിട്ട് ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത ആൾ ഹിറ്റ്ലറാണ്. പക്ഷേ ഹിറ്റ്ലർ ഭയങ്കര ക്രൂരതയിലേക്ക് പോയി. അവിടെയാണ് ഹിറ്റ്ലറിൻ്റെ പരാജയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.